അതേപോലെ വളരെ പ്രധാനം തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായി കർണാടകയിലെ NDA ഘടകകക്ഷിയുമായി അതിൻ്റെ നേതാക്കളുമായി മംഗലാപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിക്കാഴ്ച. അതിൻ്റെ എന്താണ് എന്ന് പല മേഖലയിൽ നിന്നും ചോദ്യം ഉയർന്നപ്പോഴും ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി സ്വയം ഏറ്റെടുത്തു. കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകത്തിലെയും സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഭാഗമായി വന്ദേമാതരം ചൊല്ലിയതും ഇപ്പോഴ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ VCA നിശ്ചയിച്ചത് D. മാവൂദ് എന്ന RSSന്റെ പ്രമുഖ നേതാവിൻ്റെ അദ്ദേഹം സംഘടനാ നേതാവാണ്, അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. അതിനെ തുടർന്ന് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള 19 പേരെ അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗങ്ങളായി തീരുമാനിക്കുകയും ചെയ്തു. ഗവർണറുടെ ഈ നടപടിക്കെതിരായിട്ട് ഒരക്ഷരം പറയാൻ ഗവൺമെന്റും തയ്യാറില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും തയ്യാറില്ല. ഈ കാവ്യവൽക്കരണ നിലപാടിനെതിരായിട്ടുള്ള സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ സന്ദർഭത്തിലും ശക്തിയായിട്ട് ഉയർത്തിയതാണ്. പക്ഷെ യാതൊരു പ്രതികരണവുമില്ലാതെ, പ്രതിഷേധവുമില്ലാതെ സർവകലാശാല പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന സമീപനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെയും ഡീൽ വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം.